ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ നെറിഞ്ചിപ്പേട്ടൈ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അല്ലേ, നല്ല അടിപൊളി പമ്പായിരുന്നു. പമ്പിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല, അതായത് കുളിക്കാനുള്ള സൗകര്യം അതെല്ലാം ഉണ്ടല്ലോ. അത് മാത്രമല്ല, കാറ്റ്, ഒടുക്കത്തെ കാറ്റ്. ഇത് നോക്കിയേ, പറയരുത്, അതൊരു ബാഡ് വേർഡ് ആണെന്നാണ് പറയുന്നത്. ആണോ? എന്നാൽ നല്ല കാറ്റ് പോരെ. നല്ല കാറ്റായിരുന്നു കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ എന്താ പറയുക, രാത്രിക്കൊക്കെ കിടന്നങ്ങോട്ട് വരൾച്ച പോലെ വരുന്നൊരു ഫീല്. അതായത് നമ്മൾ ഈ ജാനുവരി കാറ്റിങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കുക കേട്ടോ. ജാനുവരി കാറ്റ് എന്നൊക്കെ പറയില്ലേ, ഈ തെങ്ങൊക്കെ ആവണം നോക്കിയേ, എന്നാ അങ്ങനത്തെ കാറ്റാണ്. അപ്പോൾ നമ്മുടെ പാറ്റക്കുട്ടി ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര രാവിലെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനെ നമ്മൾ പെട്രോൾ ഫുള്ളാക്കാം എന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കുറവുണ്ട് കേട്ടോ. ഫുള്ളാക്കി പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ. ഇവിടെ 93 രൂപയുള്ളൂ ഡീസലിന്, ഇതിന് 101 രൂപ പെട്രോളിന്. എത്ര ആവുമായിരിക്കും, കയറുമായിരിക്കും, അതറിയില്ല. കാറ്റും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാ അല്ലേ. പെട്രോൾ ഏതാ? നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജൻ സാധാരണ നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേ നൈട്രജന്റെ മിഷൻ ചുമ്മാ ഇരിക്കുന്നത് കാണാറുള്ളൂ, മാത്രമേ കാണുള്ളൂ. ഇവിടെ പക്ഷേ വർക്കിംഗ് ആണല്ലേ. ഓ, ആ ചേട്ടന് കാലിന് വയ്യാത്ത കേട്ടോ. എന്നാലും പണിയെടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് പൊളിയാണ്. അത് കണ്ട ആൻസി, താങ്ക് യു. ഇത് കണ്ട ആൻസി, ഇതെന്താ സംഭവം മനസ്സിലായോ? വേസ്റ്റ് എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ടോ? കുപ്പവണ്ടി. അത് ഇവിടുന്നൊക്കെ കൊണ്ടുപോവാ, പെട്രോൾ പമ്പിൽ നിന്നൊക്കെ എല്ലായിടത്തും എടുക്കുന്നല്ലേ. ഇനി ഞാൻ വേറെ സത്യം പറയട്ടെ, ഇത് നൈട്രജന്റെ മിഷൻ മാത്രമേ ഉള്ളൂ. ആണോ? അതില് നൈട്രജനും എയറും സെലക്ട് ചെയ്യാം. അതിൽ ഞാൻ നോക്കുമ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന എയറാണ്, നൈട്രജൻ അല്ല. എല്ലാം ഓരോ കളിയാണല്ലേ. അതെ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിട്ടോ. നമ്മുടെ സൈഡിൽ കൂടെ തന്നെ കാവേരി നദി ഒഴുകുന്നുണ്ടേ. അതൊന്ന് കാണാന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. വമ്പൻ വെള്ളാണ് ഒഴുകുന്നതായിട്ട് കാണിക്കുന്നത്. നല്ല വെള്ളമുണ്ട്, പോയി നോക്കി നോക്കാട്ടോ നമുക്ക്. അപ്പൊ നമ്മള് നെരിഞ്ചിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തിരയടിക്കണ, തിരയല്ല, ഓളം അടിക്കണ നോക്കില്ലേ, കാറ്റ് കാരണം. അങ്ങോട്ട് അധികം പോകണ്ട കേട്ടോ. ഈ ബോട്ട് കിടന്ന് ആവുന്ന കണ്ടാൽ തന്നെ അറിയാം. വെള്ളം ഉണ്ടാവും, കാറ്റേ, അങ്ങനെ കാറ്റല്ലേ, പറന്നു പോകുന്നേട്ടേ. കാവേരി റിവർ എന്ന് പറഞ്ഞാൽ ചുമ്മാവാ, കാക്കയ്ക്ക് പോലും പറക്കാൻ പറ്റത്തില്ല. എങ്ങോട്ടാ അങ്ങോട്ട് പോണ്ടേ. തീരാന്ന് പറഞ്ഞാൽ ഈ കാറ്റടിക്കുന്നോണ്ടുള്ള ഇതാണത്. നോക്കില്ലേ, ഇപ്പൊ വേണം ഇതില് ബോട്ടിൽ പോവാൻ. വാള് വെച്ച് പണ്ടാറാണ്. കുഞ്ഞാറ്റെ എങ്ങനെയുണ്ട് ഇത്? കുഞ്ഞാറ്റെ മുടിയൊക്കെ പോണോ? കൊള്ളാം അല്ലേ? കൊള്ളാം. ഇവിടെ ചെറിയൊരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പോവാ നമുക്ക്. കൊള്ളാം, ഇത് പൊളിച്ച്. ഇവിടെ കുറച്ചു നേരം നിന്നാലോ, നല്ല കാറ്റൊക്കെ കൊണ്ട്. നാളെ ആകുമ്പോഴേക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാം. ഓൾറെഡി ചെറിയൊരു ഇതുണ്ട്, ചെറിയൊരു തൊണ്ടവേദന ചുമയൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ നിന്നാൽ മതി, ഏതെങ്കിലും ആശുപത്രി അഡ്മിറ്റ് ആവാം. ഇതൊക്കെ ഇവിടുന്ന് സ്റ്റെപ്പുകളുണ്ട് താഴേക്ക് ശരിക്കും. അപ്പൊ വെള്ളം കൂടിയതാണോ? പറയാൻ പറ്റിയതാ. വെള്ളം അടിച്ച് കയറണുണ്ടോ ചേട്ടേ? ഈ കാവേരി നദിക്ക് ഉണ്ടല്ലോ എത്ര മീറ്റർ നീളമുണ്ടെന്ന് അറിയാൻ പറ്റുമോ? കിലോമീറ്റർ 800 കിലോമീറ്റർ. 800 കിലോമീറ്റർ ഉണ്ടോ? എന്റെ പൊന്നോ. അതെന്താണെന്നറിയോ, ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളുണ്ടല്ലോ, വലിയ നദികളില് പ്രധാനപ്പെട്ട ഒരു ആ നദികളിൽ പെടുന്ന ഒരു നദിയാണ് കാവേരി. തമിഴ്നാടിന്റെ എന്താ പറയാ, ജീവനാടി, അങ്ങനെയൊക്കെ പറയുന്നത്. നേർനാടി, ജീവനാടി. ഇത് പൊളിച്ച്. പക്ഷെ നമുക്ക് ഒരു കടലിന്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ? കാരണം അത്രയും വെള്ളവും നല്ല ഓളം തള്ളുന്നുണ്ട് ഇങ്ങനെ. കാറ്റിന്റെ ആയിരിക്കില്ലേ, നല്ല കാറ്റും. ഇത് കൂടുതൽ കൃഷിക്കൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഇതിത്തെ വെള്ളമാണ് തമിഴ്നാട്ടില്. തമിഴ്നാട്ടില് പൊതുവെ ചില സ്ഥലത്തേക്കൊക്കെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതേപോലത്തെ ഡാമുകള്, പക്ഷെ ഡാമുകൾ കൂടുതലുണ്ട് അല്ലേ, കൊറേ ഡാമുകളുണ്ട്. ഇവിടേക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ വെള്ളം തെറിച്ച് ഓവുചാലം നിറഞ്ഞു. അയ്യോ, അപ്പൊ ഓവുചാലം അതിനകത്തേക്കാണോ? അതൊക്കെ അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കി കളയണ്ടായിരുന്നു. വേസ്റ്റ് ഒക്കെ പെറുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബിൽഡപ്പ് ഇട്ട് വന്നതാണല്ലോ. ദൈവമേ, കൊച്ചിനെ തണുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പോവാം. അതിന്റെ തന്നെ സൈഡിലേക്ക് നിന്നപ്പോ
ഈ പഴയ കാലം നമ്മുടെ വീടിന്റെ ഒക്കെ മേളുഭാഗം ഉണ്ടല്ലോ, അമ്മച്ചിമാര് ഓലയൊക്കെ മേഞ്ഞ് വീടിന്റെ മേളുഭാഗം ചെയ്യും, അമ്മമാര് ഇന്ന് ചെയ്യുന്നത് കണ്ടോ, കൊള്ളാം. ദേ ഓരോ മേഞ്ഞ് മേഞ്ഞ് ഈ സൈഡിൽ ഇങ്ങനെ കുറേ എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പേര് ഇരുന്നിട്ട് മെയ്യ. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ കെട്ടായിട്ട് വെച്ചേക്കും കേട്ടോ. ദൂരാന്നുണ്ടോ, നല്ല രസം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോയ സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ ഉണ്ട് ഇപ്പോഴും. ഒട്ടും തണുക്കുന്നില്ല കേട്ടോ. ഇത് കാണിക്കുന്നുണ്ടോ കുഞ്ഞാൻ്റെ? ഒന്നിങ്ങ് നോക്കിയാണോ, തണുക്കുന്നുണ്ടോ? കാറ്റടിക്കുന്നുള്ളൂ, അപ്പോഴത്തേക്കും തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ. നമ്മൾ ഇത്രയും അടുത്താണ്, ചേച്ചിമാർ അവിടെ വന്നിട്ടാണ് അതിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കേറാം. അപ്പൊ ഓണാക്കി തന്നില്ലല്ലോ, ഓണാക്കി തന്നു. കേറുമത്തേ. ഈ കാവേരി എന്ന് പറയുന്നേ അതായത് മതത്തിന്റെ ഒക്കെ ഒരു ഇതില് അത് പുണ്യനദി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ ഇതില് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്നാനം ചെയ്യാം, അത് കുളിച്ചാല് നമുക്ക് പുണ്യം കിട്ടും എന്നാണ് പറയാ. പുണ്യം കിട്ടുന്നല്ലേ? അത് മാത്രമല്ല കാവേരി അമ്മ എന്നാണ് ഈ നദീനെ ആരാധിക്കുന്നത്. നല്ല വിഷയം, നല്ല വെള്ളം കേട്ടോ, ഒടുക്കത്തെ വെള്ളം. പക്ഷെ വേനൽക്കാലാകുമ്പോ ഇതിലൊക്കെ വെള്ളം കുറയും. പക്ഷെ അല്ല ഇപ്പോഴും വേനൽക്കാലം തന്നെയല്ലേ ഇത്? ഇത് വേനൽക്കാലല്ല, ഇത് തണുപ്പ് കാലം. അതില് വെള്ളം ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡാം എന്തെങ്കിലും തുറന്നിട്ടുണ്ടോ ഇതിനകത്തേക്ക്? അങ്ങനെയല്ല, ഇതിന്ന് ഒരുപാട് ഡാമുകളുണ്ട്. അങ്ങനെ കുറെ കബനി ഡാം, മേട്ടൂർ ഡാം, അതൊക്കെ ഇതിലേക്ക് വരുന്ന ഡാമുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 2 സൈഡിലും നമ്മുടെ തമിഴ്നാട്ടിലെ മെയിൻ പ്രത്യേകത വീടിന്റെ 2 സൈഡിലും വീടുകളാണ് കേട്ടോ. അതെ. ചിലരിങ്ങനെ ചോദിക്കും ഇങ്ങനെ നിർത്തി തിരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന്. ഈക്കോ ഞാൻ നോക്കിട്ട് ഒരു വിഷയമില്ല, ഞാൻ പണ്ട് ജീപ്പിൽ ഡ്രൈവിംഗ് പഠിച്ചോണ്ടാന്ന് തോന്നുന്നു. നമ്മളൊക്കെ ജീപ്പിലെ ഡ്രൈവിംഗ് പഠിച്ച അതിന്റെ ആയിരിക്കും. ഇതാണ്ട് ഈ വീടുകളൊക്കെ കണ്ടല്ലേ. മുന്നിൽ എന്തോ ചാണകമല്ല, പക്ഷേ അല്ലേ ചാണകം തന്നെയാ അത്. അല്ല, പക്ഷെ എന്താ മഞ്ഞ കളറ്? ചാണകത്തിൽ മഞ്ഞപ്പൊടി ഇട്ട മഞ്ഞ കളർ ആവൂലേ? ആണോ? ആരോ പറഞ്ഞായിരുന്നേ നമ്മളിത് മഞ്ഞപ്പൊടി മാറ്റണം, അതിന് കളറില്ലാന്ന്. ആ മഞ്ഞപ്പൊടിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മള് വീട്ടിൽ പൊടിച്ചെടുത്താണ്, നാച്ചുറൽ മഞ്ഞയാണ്, അതുകൊണ്ടാണ് ആ കളർ കിട്ടാതെ. മഞ്ഞപ്പൊടിക്ക് കളർ കുറവുണ്ട്. ആ പഴംപൊരിക്ക് കുഴച്ചതുകൊണ്ടായിരിക്കും. പഴംപൊരിക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതാ, പക്ഷെ കളറുണ്ട്. എന്നാലും അത്ര മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്നതിന് നല്ല കളറായിരിക്കും. ഒരു തുള്ളി ഇട്ടാ മഞ്ഞ കളർ കയ്യെന്ന് പോലും പോയില്ല. നാച്ചുറൽ പൊടിയാണ്, നാച്ചുറൽ മഞ്ഞപ്പൊടി. അതെ. വണ്ടി വരുന്നുണ്ടേ. ചേടേ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? നെരിഞ്ചിപ്പേട്ടൈ. നെരിഞ്ചിപ്പേട്ടൈ അങ്ങനെ തന്നെ പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് നോക്കി വായിക്കും. ഇവിടെയൊക്കെ ഫുള്ളേ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷിയാന്ന് തോന്നുന്നല്ലേ? കരിമ്പുണ്ട്, നെല്ലുണ്ട്. അതിനൊക്കെ കൂടുതൽ നമ്മുടെ ഈ കാവേരി റിവറിൽ നിന്നാണ് ഇവര് വെള്ളം ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോഴും ഈ കാവേരി റിവറിൽ നിന്ന് വെള്ളം ഇതാക്കുന്നതിന്റെ കർണാടകയും തമിഴ്നാടും തമ്മിൽ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുക. ഇവരിങ്ങനെ ഓരോ നദീന്റെ ഇതിലും പറഞ്ഞ് കച്ചറയാണ്. ഓരോ നദികൾ നദിക്കിട്ട് പ്രശ്നമില്ല, നദിക്കിട്ട് ഒരു പ്രശ്നം. നെല്ല് കുറേ ഉണ്ട് കേട്ടോ, നെല്ലുണ്ട്, നെൽകൃഷി കുറേ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പോകുമ്പോ ഒരു ശരിക്കും ഒരു ഗ്രാമപ്രദേശത്ത് കൂടി പോകുന്ന ഫീൽ അല്ലേ? അല്ലേ? ഈ പുളിമരങ്ങളാണ് അടിപൊളിയില്ലേ, സൈഡിലുള്ള പുളിമരങ്ങള്. വഴി ഇച്ചിരി നല്ലതാന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരുടെ വീടുകള് ആ സൈഡിലൊക്കെ വീടുകളുണ്ട്. നല്ല ഭംഗിയുണ്ട്. അവിടെ നെല്ലാട്ടെ, അവിടെയൊക്കെ കുഞ്ഞു വീടുകളല്ലേ? അതേ പറഞ്ഞേ. കരിമ്പും തോട്ടം, പന, അതുപോലെ തെങ്ങ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. തേങ്ങയ്ക്ക് ഇവിടെ ഒരു ക്ഷാമവും ഉണ്ടാവില്ല. റേറ്റ് ചിലപ്പോ കുറവായിരിക്കാം, ചിലപ്പോ അല്ലേ? നമുക്ക് ഒരെണ്ണം വാങ്ങാം, നമുക്കൊരു തേങ്ങ എന്തായാലും വാങ്ങാം, എന്തായാലും ഉണ്ടാക്കി കഴിക്കാലോ. അതെ. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞു, എന്നിട്ടും ക്ലൈമറ്റ് എങ്ങനെയാ നോക്ക്? 10 ആയിട്ടില്ല. ഇല്ല, 9:30. ഞാനൊന്ന് തള്ളിയതായിരുന്നു, നീ അത് പൊളിച്ചല്ലോ. 9:30 ആയിട്ടും പക്ഷെ ഇവിടെ വെയിലായിട്ടില്ല. അതാണ് ആ കാറ്റിന്റെ ഇതുള്ളതുകൊണ്ടാന്നേ ആയിരിക്കും. കവുങ്ങ് കൊറേ വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കവുങ്ങുകൾ. അത് കുള്ളൻ കവുങ്ങായിരിക്കും. കുള്ളൻ കവുങ്ങ് എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ ഫുള്ള് തെങ്ങാട്ടോ. ചെറുപ്പത്തിലേ ആ തെങ്ങ് പുതിയത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടിയിൽ കൂടി കൊറേ തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? കുള്ളൻ കവുങ്ങ് ആകുമ്പോ അധികം ഹൈറ്റ് ഉണ്ടാവില്ല ഇത് പറിക്കാൻ. ഇവിടെയൊക്കെ നിറച്ച് തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ, പക്ഷെ അതിന് കേടും ഉണ്ട്. ഈ ബസ്സുകാരൻ കാരണല്ലേ ഇപ്പൊ അയാളെ അങ്ങ് ബേക്കുവരയ്ക്ക് കൊണ്ടുപോകുന്നേ? അതിന്റെ ആവശ്യം ആവശ്യമുള്ള ഒന്നും മനസ്സിലാവണല്ലോ. ബസ്സുകാരനെ അല്ല ലോറിക്കാരനെ ഇവിടെ പകുതി വരെ കേറിയതാ, എന്നിട്ട് അയാളെ കൊണ്ട് ബേക്ക് അടിപ്പിച്ച്. ഇതെന്തെങ്കിലും ഓഫീസാണോ? റോങ് വേ എങ്ങാനും കേറി വന്നതാണോ പുള്ളി? എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പുറത്ത് അല്ല, പുള്ളി ഇവിടം വരെ എത്തിയതല്ലേടി.
അപ്പൊ റോങ് വേ ആയിരിക്കില്ല, ബസ് വന്നത് കണ്ടോണ്ട്. കണ്ടോ ലോറിക്കാരൻ പറയുന്നുണ്ടോ, ഞാൻ പകുതി വരെ എത്തിയതല്ലേ, പിന്നെ താൻ എന്തിനാണ് കയറി വന്നേ. ഇനി അവര് തമ്മിൽ സംസാരമായി. ഇവരെമാരെല്ലായിടത്തും ഇങ്ങനെയല്ലേ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നവർ രണ്ടറ്റം കൂട്ടിമുട്ടാൻ വേണ്ടി പുള്ളി പറയുന്നുണ്ടല്ലേ. പുള്ളിന്റെ ഭാഗത്ത് തന്നെയാണ്. അല്ലാണ്ട് ഇത് കണ്ടോ പോലീസുകാരുണ്ട് ഇവിടെ. പോലീസുകാരുണ്ടായിരുന്ന കാര്യം, ഇവിടെ കാക്കിയിടാത്തവന്മാരല്ലേ വലിയ കാര്യം കളിച്ച് നോക്കുന്നത്. അയാൾ ചിലപ്പോ പോലീസുകാരൻ തന്നെ ആയിരിക്കുന്നേ. പെറ്റി കിട്ടുവോ? പെറ്റി കൊടുക്കാൻ മാത്രമുള്ള തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല ലോറിക്കാരൻ. കണ്ടോ, പിന്നെ അല്ല പുള്ളി നല്ലതെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് ഇപ്പൊ പോലീസുകാരനാണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിയമം എല്ലാവർക്കും ഒരേപോലെ. മേട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാ അത്. മേട്ടൂർ ഡാം എന്ന് കേട്ടില്ലേ? ഇയാളെന്താ മുന്നിൽ കേറിയിട്ട് മറ്റേ ആള് നമ്പറൊക്കെ എടുക്കുന്നുണ്ടല്ലോ അതിന്റെ ഇടയിൽ കൂടെ. ഷോ അല്ലാണ്ടെന്താ. പോന്ന്. ഇങ്ങനെ കൊറേ എണ്ണങ്ങളുണ്ട്. ചേട്ടനോട് വെച്ചിട്ടുണ്ട് പണി. ചേട്ടൻ നമ്മളെ വേഗം നമ്മളെ ക്യാമറ കിട്ടിരുന്നോട്ടോ. അവര് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ടോ? ചേട്ടാ ഞങ്ങൾ മലയാളികളാണ്, ഞങ്ങളെ കൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വല്ല ഇവിടെയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ പണി കിട്ടുന്നുള്ളവർക്ക് അറിയായിരിക്കല്ലോ. ഇവിടുത്തെ വേറെ കാര്യ, നമ്മള് ലോറി മൊത്തം റിവേഴ്സ് എടുക്കുന്ന നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയില്ല, അതാണ് സംഭവം. ഫുള്ള് നെല്ലാണ് കേട്ടോ. ഒരു സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്ന നെല്ല്, ഇവിടെ ആയി വരുന്ന നെല്ല് അടിപൊളി. ഈ ആയി വരുന്ന നെല്ലിന്റെ കളറാണ് പൊളി. നെല്ല് മേളത്തെ നെല്ലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടേ. കൊയ്യാനായിട്ട് നിൽക്കുന്ന ഈ മലേനെ ഇങ്ങനെ അടിയിലായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊരു ഏരിയ ഫുള്ളുണ്ട്. ഇപ്പുറ സൈഡും അങ്ങനെ തന്നെ. ഇപ്പുറ സൈഡ് കൊയ്യാനായി നിൽക്കുന്നത്. അവിടെ കോട്ടനും ഉണ്ട്, കോട്ടൻ പരുത്തി. ഒരു പ്രാവശ്യം നമുക്ക് അത് ആരോ പറഞ്ഞു തന്നെ, പിന്നെ നമ്മളത് മറന്നിട്ടില്ല. പറഞ്ഞു തന്ന പാഠങ്ങൾ ഞങ്ങൾ മറക്കാറില്ല. കുഞ്ഞാറ്റയ്ക്ക് കോഴി വേണമെന്ന് ഒരേ നിർബന്ധം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു അരക്കില്ല ചിക്കന് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കുറെ മുളകൊക്കെ ഇട്ടിട്ട് കൊഴിച്ചിട്ട് വെള്ളം ആക്കിയിട്ട് കഴിക്കണേ. എന്നിട്ട് നല്ലോട്ട് കൊടുക്കാണ്ട് വെള്ളിട്ട് ഇങ്ങനെ ഇലക്ട്രിക് കഴിക്കണേ. ആയിക്കോട്ടെ. ചേട്ടൻ അതിന് വേണ്ടി കോഴി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നാടൻ കോഴിയാണ് ഞങ്ങൾ കണ്ടത്. ബ്രോയിലർ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയത്. നമുക്ക് നാടൻ കോഴീൻ്റെ ആവശ്യമില്ലല്ലോ. ബ്രോയിലർ കോഴി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയിക്കുവാണ് ചേട്ടേ. അങ്ങനെ നമ്മള് മേട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിട്ടോ. സ്ഥലമല്ല, ഒരു ടൗൺ ആണ് ഇത് അല്ലേ. അത്യാവശ്യം വലിയൊരു ടൗൺ ആണ്. ഇങ്ങനെ ഫുള്ള് ലോറിക്കാർ നിർത്തിക്കുന്നേ. അറിയില്ല, എനിക്കറിയില്ല. കൊറേ വണ്ടികളുണ്ട്. സെയിം വണ്ടി തന്നെ കൊറേ എണ്ണം, ഒരു ഏരിയ മുഴുവനും. ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നതായിരിക്കും ചിലപ്പോ അവരൊക്കെ അല്ലേ. അങ്ങനെ ആയിരിക്കാം. നമുക്ക് അതാണ്, നമ്മൾ ഫുഡ് കഴിക്കാൻ സാധനങ്ങളൊക്കെ വിട്ടി കഴിഞ്ഞപ്പോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലമില്ല. ഇത്രയും നാളെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നതായിരുന്നേ. അപ്പത്തേക്കും ടൗൺ എത്തി. ഇനി ഈ ടൗൺ കഴിഞ്ഞിട്ട് നിർത്താം നമുക്ക്. ചേട്ടേ, നമ്മളൊരു ബ്രിഡ്ജ് കയറാൻ പോവാ. മേട്ടൂർ പാലം അല്ലേ? ആ കമ്പനിന്ന് പുക പോണ. പിന്നെ എങ്ങനെ ഓസാമ്പാളിക്ക് ഓട്ട വീഴാതിരിക്കും അല്ലേ? അത് നാച്ചുറൽ ആയിട്ടുള്ള പുകയാണെങ്കിലോ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട റിവറാണിത്, കാവേരി റിവർ. നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തന്നെ വെള്ളം ഉണ്ട് അല്ലേ? പക്ഷെ അവിടത്തെ അതാ ഈ മേളിൽ ഡാം ഉണ്ടല്ലോ ചേട്ടേ. അപ്പുറത്ത് ഡാം കാണുന്നുണ്ടല്ലോ, മേട്ടൂർ ഡാം. നമുക്ക് മേട്ടൂർ ഡാം ഒന്ന് കാണായിരുന്നല്ലേ? നല്ല വെള്ളം ഉണ്ട്. അതുകൊണ്ട് മേട്ടൂർ ഡാം ആണെങ്കിൽ അങ്ങോട്ട് പോണം തോന്നുന്നു. അങ്ങോട്ട് പോണം. അത് നമുക്ക് നോക്കാം. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്തെങ്ങാനും ആണ് കുക്ക് ചെയ്യാൻ കിട്ടുന്നെങ്കിൽ. അതെ, ഇതിനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇതിന്റെ സ്ഥലമാണോ ഈ പിന്നെ എന്താ പറയാ കോറി ഏരിയ ആണോ ഇനി അങ്ങോട്ട്? കോറിയോ? അതുണ്ടല്ലോ അവിടെയൊക്കെ ഫുള്ള് ഫാക്ടറി ഏരിയ ആണോ? ഫാക്ടറികള് ഭയങ്കര പുകകളൊക്കെ പൊന്തുന്നുണ്ട്. നോക്കാം നമുക്ക്. അങ്ങനെ മേട്ടൂര് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. ഇന്ന് എന്താ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക? ഇന്ന് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം അത് ഉണ്ടാക്കാം. അട ഉണ്ടാക്കാം. അടയും കട്ടൻ ചായ ഉണ്ടാക്കാം. ഓക്കെ. അട കൊച്ചു കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. അടയ്ക്കുമ്പോ അടയും, തുറക്കുമ്പോ തുറക്കും. മനസ്സിലായോ? തേങ്ങ ഉണ്ട്. ഇത് ചിരണ്ടിയിട്ട് വരുന്നുമില്ല. ഒരുമാതിരി ഒരു വീട്ടിൽ നിന്ന് അത്ര സുഖമില്ല അല്ലേ? ആ ചിരവയായിരുന്നു ഏറ്റവും സുഖം. എന്തായാലും ഉണ്ടാവില്ലല്ലോ അല്ലേ? കുഞ്ഞാറ്റ എന്താ പരിപാടി? കുഞ്ഞാറ്റക്ക് തേങ്ങ കഴിക്കണേ. പക്ഷെ ടേസ്റ്റ് ഇല്ലല്ലോ ഈ തേങ്ങക്ക്.
നമ്മുടെ നാട്ടിലെ തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇത് ഇവിടുത്തെ തേങ്ങ എടേ അപ്പ ഇത് കഷ്ടപ്പെട്ട് ചിരണ്ടുമ്പോ നീ അതിങ്ങനെ കളയാൻ തീർക്കാൻ പാടുണ്ടോ? ഇനി തിന്നല്ലേ? അപ്പൊ സാധാ അട കേട്ടോ. തേങ്ങ ഇതാ അരമുറി തേങ്ങേന്റെ അടുത്ത് എടുത്തു അല്ലേ? കയ്യിലേക്ക് തട്ടി മുറിയണ്ടാ. ഇത് കണ്ടോ, ഇവിടുന്ന് ഞാൻ തൈര് മേടിച്ചെങ്ങനെയുണ്ട്, 10 രൂപന്റെ ഇത്ര ഉള്ളൂ തൈര്. ചെറിയ തൈര് അല്ലേ? മുളക് ഞാൻ മേടിച്ചിട്ടുണ്ടേ. കുഞ്ഞാ കൈയൊന്നും മുറിക്കല്ലേ. വേണ്ട. അപ്പൊ ഇനി മൈദ ഒന്ന് കുഴച്ച് ഇച്ചിരി പഞ്ചസാര ഇട്ട് ചുട്ടെടുക്കാം. അതേപോലെ തന്നെ നമ്മളിന്ന് സാധാ നെയ്ച്ചോറും ചിക്കൻ കറി ആട്ടോ വെക്കുന്നത്. നെയ്ച്ചോറ് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അന്നേരത്തേക്കും ഗ്യാസിങ് എടുക്കാം. അങ്ങനെ നമ്മുടെ മൈദ ഇവിടെ കുഴച്ച് അടക്കുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മള് ഇതിന് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നല്ലോ, ചെറുതല്ല അത്യാവശ്യം നല്ല ലീക്ക്, അത് ചേട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയത് ഇട്ടിട്ടുണ്ട്. പുതിയ കിട്ടൂലേ? ഫ്രീയാ. ഫ്രീ. അപ്പോൾ നമ്മൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഈ അട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാവേ. ഒച്ച ശരിക്കും വന്നില്ലല്ലോ എനിക്ക്. വന്നില്ല, വരുന്നില്ലേ? ഇത് ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ. തേങ്ങ പഞ്ചസാര. സ്പൂണല്ല, ഇത് ഈ ചട്ടിയല്ല വേണ്ടത്, നോൺ സ്റ്റിക്കാ. ദോശച്ചട്ടി വേണം. എന്നിട്ട് കൈ വെച്ച് അങ്ങോട്ട് ആക്കി വിട്ടാൽ ചട്ടിയും എല്ലാം എടുക്കാനുള്ള ഗ്യാപ്പില്ല. എന്ത് നീ നാനോലി ഇതും ദോശക്കല്ലും കൊണ്ടായിരുന്നല്ലോ ഡി. എന്നിട്ട് ഇപ്പൊ അതിനുള്ള ഗ്യാപ്പില്ലാതെ. എന്താ കുഞ്ഞാറ്റിക്ക് ഇതിൽ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. ഗുഡ് ഗേൾ. തൈരുണ്ട്. തൈര് വേണേ കുടിക്കാം. ഓക്കെ. അപ്പൊ ഇനി അട ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുകയാണ്. ചായയും അടയും. അടാ ചെറിയ മഴ ചാറ്റുന്നുണ്ടോ എന്നൊരു സംശയം. ചെറുതായിട്ട് ചാറ്റുന്നുണ്ട്, പൊടിയുന്നുണ്ട്. സംശയമില്ല. ഇത് താഴേക്ക് വെച്ചോ, കഴുകാലോ അല്ലേ? നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ചായയും അടയും കഴിക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകമല്ലേ വെള്ളമൊക്കെ? ഞാൻ അതിലേക്ക് ഇട്ട് വെക്കാം. ആൻസി അതിപ്പോ അടയ്ക്കരുത് കേട്ടോ, ചൂടാറിയിട്ട് അടയ്ക്കാം. ഇനി ഉച്ചയ്ക്ക് കഴിച്ചാൽ മതിയല്ലോ. വേവ് കൂടിയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. കുറച്ച് ചോറ് കൊടുത്തിട്ട് പോവാ. കൊച്ചിന് ഇച്ചിരി കൊടുക്കാം. അവൾക്ക് ഈ ചായ ഒന്നും കാപ്പിയൊന്നും അവൾക്ക് താല്പര്യം. അവൾക്ക് അടയും വേണ്ട, അടയാത്തതും വേണ്ട. ഇത് നമുക്ക് വേണ്ടി ആക്കി വെച്ച ഗ്രൗണ്ട് പോലെ ഉണ്ടല്ലോ ഇന്നലെ. ആൾക്കാർ ഇവിടെ കൂടുതൽ കള്ളു കുടിക്കാൻ വരുന്ന ഏരിയ കേട്ടോ. ഇതിലെ ഇങ്ങനെ ചില അമ്മച്ചിമാരൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്താൻ തന്നെ കാരണം. ഒരു കാര്യം പറ, ഫാക്ടറിയിൽ നിന്ന് ഭയങ്കര പുകയല്ലേ? അപ്പം ഈ മുഖ്യമന്ത്രിയായിട്ടൊന്ന് സംസാരിക്കട്ടെ കേട്ടോ. ശരിയാക്കാം. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. അപ്പം ചേട്ടായിക്ക് ഒരു ഡ്യൂട്ടി കൊടുത്തേ, സവോളയും തക്കാളിയൊക്കെ ഒന്ന് അരിയാൻ പറഞ്ഞേ. അല്ലെങ്കിൽ ആൻസി പറയില്ലേ വെറുതെ ഇരുന്ന് തിന്നുവാന്ന്? അങ്ങനെയൊന്നും പറയില്ല, കാരണം എല്ലാം കൂടെ തന്നെ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. കുഞ്ഞാര ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാരയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞാരയ്ക്ക് ചിക്കൻ കറി കിട്ടണം, അതിനുവേണ്ടി കുഞ്ഞാറ്റ വെയിറ്റിംഗ് ആണ്. വെജിറ്റബിൾ കട്ടർ നമ്മൾ എന്തിനാ മേടിച്ചത്? അതെന്തിനാ ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് തരണം അതിനകത്ത് വെച്ചിട്ട്. വേണ്ട, കുഴപ്പമില്ല, ഇത് കഴിഞ്ഞു. കൈ മുറിക്കണ്ട. ആകെ 2 സവോളയല്ലേ ഉള്ളൂ. ഓക്കെ. ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ചടപടേന്ന് അരിയുന്ന. അങ്ങനെ തക്കാളി സവോളയൊക്കെ അരിഞ്ഞു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ചിക്കനും ഇട്ട് ചിക്കൻ മസാല ഇട്ട് കുക്കറിൽ ഒറ്റ ഒരു 3 വിസിൽ അല്ലേ? യാത്ര തുടങ്ങിയ പിന്നെ നമ്മൾ മൊത്തം കുക്കർ ബിരിയാണി, കുക്കർ കഞ്ഞി. അതെ, അത് നമ്മൾ കുക്കറിലല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എത്ര കൂടണം? ഒരു 2-3 കൂവേക്കാം. 3 പെട്ടെന്ന് കൂവിച്ച് പോവാ. ഓക്കേ. കരിമ്പ് വെട്ടി കൊടുക്കുക. കൊച്ചമ്മ കരിമ്പേ തിന്നു. അവൾക്ക് ചായ ഒന്നും വേണ്ടേ, കരിമ്പ് മാത്രം കഴിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി ഇവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയും കൂടി വെന്ത് കഴിഞ്ഞാൽ ഈ പാത്രങ്ങളും കൂടി കഴുകി കഴിഞ്ഞാൽ ഈ വേസ്റ്റ് അവിടെ ഒരു പട്ടിയുണ്ട്, അതിന് കൊടുക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വേഗം വിടാം അല്ലേ കുഞ്ഞാ? അങ്ങനെ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ലേറ്റായി, കാരണം ഇവിടുന്ന് ഫുഡും കൂടെ കഴിച്ച് പോകാനുള്ള സമയം ശരിക്കും ഇനി ആയി. കുക്കിങ്ങിന് ഇറങ്ങിയ മെയിൻ ഒരു പ്രശ്നം അതാണല്ലേ. ചേട്ടാ മുന്നിലേക്ക് നോക്കി പോവാണ്ടോ? എന്ത് പോവാ? അതാണ് കാട്ടുപൂ. ഇവിടേക്ക് പോകുമ്പോ നോക്കാം. ഒരു ഏരിയ ഫുള്ളുണ്ട് കേട്ടോ, നല്ല ഭംഗി. നല്ല ഭംഗി. അതൊരു കുഞ്ഞു കുഞ്ഞു പൂവ്, നല്ല രസമുണ്ട് കാണാനും. ഒരു ഏരിയ ഫുള്ളുണ്ട് കേട്ടോ. കൊള്ളാല്ലേ കുഞ്ഞാൻ്റെ? ആണോ? അമ്മ അപ്പൊ കണ്ടില്ലായിരുന്നടി. അങ്ങനെ നമ്മള് ഇവിടുത്തെ ഒരു ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. വലിയൊരു ഡാമാണ്. അതായത് തമിഴ്നാടിന്റെ ലൈഫ് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, കാവേരി നദിക്ക് കുറുകെയുള്ള ഡാമാണ് ഇത്. മേട്ടൂർ ഡാം അല്ലേ? മേട്ടൂർ ഡാം.
അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാവേ. വലിയ ഡാമാണെന്നാണ് പറയുന്നത്. പോയി നോക്കാം. ബൈക്കാണ് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, എണീറ്റ് നിന്ന് വെള്ളം കാണാൻ. കാണണമെങ്കിൽ അങ്ങ് വണ്ടിയിൽ മാറ്റി നമുക്ക് നമ്മുടെ വണ്ടിനും പോവാം. ആ മുന്നിൽ കാണുന്നല്ലേ മേട്ടൂർ ഡാം? അതിന്റെ ഭാഗങ്ങളായിരിക്കും അല്ലേ? അപ്പൊ കണ്ടു തുടങ്ങി ഇപ്പൊ തന്നെ അല്ലേ? അപ്പൊ മേട്ടൂർ ഡാമിലേക്കുള്ള വഴിയാണോ ഇത്? ചെക്കിംഗ് ഉണ്ടല്ലോ, നേരെ മുന്നിൽ പോലീസുകാർ ചെക്ക് ചെയ്ത്. കുഴപ്പമില്ല, പോയി നോക്കാം അല്ലേ? ആ, ഇവിടെ ഒരു പാർക്കിംഗ് കണ്ടു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച മേട്ടൂർ ഡാമിന്റെ പാർക്കിംഗ് ആണെന്നാണ്, പക്ഷെ അതല്ല. ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, അതിന്റെ പാർക്കിംഗ് ആണ് കേട്ടോ. അത് പാർക്കും ഒരു അമ്പലവും അല്ലേ, അത് രണ്ടും ഉണ്ട്. അതിന്റെ ആണ് കേട്ടോ. ഈ സൈഡുകളിൽ കാണുന്നതെല്ലാം ഇവിടുത്തെ ഡാമിലെ മീനുകളായിരിക്കും അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? മസാല തൂത്ത് വെച്ചേക്കുന്നത് കാണാൻ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലടി, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും മോസസും ഇതേപോലെ ഒരു പ്രാവശ്യം വേറെ ഡാമിൽ നിന്ന് ഇങ്ങനെ മീൻ പിടിച്ച് തിന്നിട്ടുള്ള, പിടിച്ചിട്ടല്ല, അവരാരോ പിടിച്ചിട്ട് ഞങ്ങൾ തിന്നിട്ടുള്ള. അത് അടിപൊളിയായിരുന്നു. കുക്കറിന്റെ ഇങ്ങനെ കൊടുന്ന് കുക്കറിന്റെ വെച്ച് കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ആ പോണ കൊല്ലം വണ്ടി ഇല്ല, ആ ബസ് മിക്കവാറും അങ്ങോട്ടായിരിക്കും. അപ്പൊ നമുക്ക് അവരുടെ കൂടെ പോവാം. ഇങ്ങോട്ടാണ് നോക്കാൻ. കൊള്ളാല്ലേ? വെള്ളം തുറന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇച്ചിരി നിന്നാലോ? ഈ കാണുന്നത് മേട്ടൂർ ഡാമിന്റെ ഷട്ടറുകളാണ് കേട്ടോ. 1 2 3 4 5 6 7 8 ഷട്ടർ ഉണ്ട്. അതിൽ 2 തുറന്നിട്ടുള്ളൂ, 3 തുറന്നിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും 2 നന്നായിട്ട് വെള്ളം വരുന്നുള്ളൂ അല്ലേ? നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോയാലോ? മുമ്പോട്ട് തന്നെ പോവാം അല്ലേ? ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിയോ? ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടി എനിക്കൊന്ന് ആ വ്യൂ പോയിന്റിലേക്ക്. ഇവിടെ ചേച്ചിക്ക് ക്ഷീണം വന്ന് കിടന്നുപോയി. കുസുമ്പ് കുത്തണത് പിന്നെന്തത്? പിന്നെങ്ങനെയാ? ഇതാണോ വ്യൂ പോയിന്റ്? അറിയില്ല, പോയി നോക്കിയോക്കാം. അക്കനോട് ചോദിച്ചാലോ? അക്ക, ഇതാ വ്യൂ പോയിന്റ് ഡാമോടെ? ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയൊരു ഫീസ് ഉണ്ടാവുമായിരിക്കും, അത് കൊടുക്കുക, അത് കയറി പോവാം. അപ്പൊ അങ്ങനെ നമ്മള് ഇത് കാണിച്ച് എന്തോരം തുടങ്ങന്മാരാ, ചേച്ചിമാർ ഒച്ചയൊക്കെ ഇടുന്നുണ്ട് എവിടെ. അപ്പോൾ മേട്ടൂർ ഡാമിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്തി കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി. ഇത് 2009 സ്ഥാപിച്ച ഈ വ്യൂ പോയിന്റ്. നോക്കാം, പോയി നോക്കാം. കുറേ ടിക്കറ്റ് മൊത്തം 80 രൂപയായി. ഇത് 2 ഫോണിൻ്റെ. ഫോണിന് പൈസ ഉണ്ട്. ഫോണിൻ്റെ അകത്തേക്ക് ഇരുന്നത് 10 രൂപ. ഇത് 2 ഉള്ളോ? ഇത് 2, ഇത് 30 രൂപ, 2 60. മൊത്തം 80. നമ്മളെ പരിചയം പോലും, നമ്മളെ ഒരു പരിചയമില്ല. ഇതെന്താന്നറിയാം, നമ്മൾ അതിന്റെ മേളിൽ കയറുന്നതിനാണ് 30. ഇവിടെ പോകുന്നതിന് 10 രൂപയുള്ളൂ അല്ലേ? അത് മാത്രല്ല, അതിന്റെ മേളിൽ വേണമെങ്കിൽ നടന്നു കയറാം. പക്ഷെ അത്ര നല്ല കയറണ്ടേ? ജോബാണ്. അതിൽ നല്ല ഇതാ. വാ കുളവൊക്കെ അവിടെ പോയി നോക്കണോ? ആദ്യം അവിടെ പോയി. ഇത് നോക്ക്, ഇത് കണ്ടോ? ഹിസ്റ്ററി അല്ലേ? ഡാം ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻലി റിസർവോയർ മേട്ടൂർ ഡാം. ഈ സ്റ്റാൻലി റിസർവോയർ ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു റിസർവോയർ എന്നാണ് പറയുന്നത് ഈ ഡാമിന്റെ. ഇതിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആൻസി, 1700 മീറ്റർ നീളമുണ്ട് ഈ ഡാമിന്. അതേപോലെ ഇതിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ താഴേന്ന് മുകളിലേക്ക് 40 മീറ്റർ ഉണ്ട് ഹൈറ്റ്. ഇത് ചില്ലറ സാധനം. അതായത് ഇതൊരു ഗ്രാവിറ്റി ഡാം ആണ്. ഗ്രാവിറ്റി ഡാം അതല്ല, മേളിൽ അത്യാവശ്യം കൂടുതൽ വെള്ളം ഉണ്ട്. നേരത്തെ കണ്ടില്ലേ കാവേരി റിവർ, അതിന്റെ ഡാമാണിത്. ആ 2 തുറന്നു വിട്ടോണ്ടായിരിക്കും ചിലപ്പോ കാവേരി റിവർ അത്ര വെള്ളം. അപ്പൊ ഇത് മൊത്തം തുറന്നു വിട്ടാനുള്ള അവസ്ഥ ഒന്ന് പോടി, വെത്തം തുറന്നു വിട്ടാ മൊത്തം തുറന്നു വിടില്ലായിരിക്കും. നമ്മള് 2 മണ്ടന്മാരായതുകൊണ്ട് എല്ലാരും ക്ഷമിക്കും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലെ മേളില് വെള്ളം കൂടുന്നതനുസരിച്ച് തുറന്നു വിടില്ലേ? നമുക്ക് ആ അറ്റം പോയി. ഇതില് 2 കൂടിയാണ് ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നത്. അതെ അതെ, ഇത് നമ്മള് താഴെ കണ്ട സെയിം സംഭവം. ബാക്കി എല്ലാം ചെറുതായിട്ട് തുറന്നിട്ടുണ്ട് കേട്ടെ. എല്ലാത്തിൽ കൂടി വെള്ളം പോകുന്നില്ല, ചെറുതായിട്ട് അല്ല, ഇത്തിരി വെള്ളം പോകുന്നു. മറ്റേ 2 മൊത്തത്തിൽ തുറന്നിട്ടുണ്ടോ തോന്നുന്നു. ആ പോകുന്നതിന് തന്നെ എന്നാ സൗണ്ടാ. ഇത് നോക്കിയേ, കൊച്ചമ്മ ഞങ്ങളെ അറിയോ? അല്ല, അത് പിന്നെ ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് കൊച്ചിന് കളിക്കാനൊരു. ഇതിപ്പോ ഇവിടെ ആരും ഇല്ല. നമ്മുടെ നോട്ടം അവളുടെ മുഖത്ത് ഉണ്ടാവുകയും ചെയ്യും, അവളുടെ നോട്ടം നമ്മുടെ മുഖത്ത്. അതെ, ഇത് പൊളിച്ചല്ലോ ഏട്ടേ. അങ്ങോട്ട് വെള്ളം കുറവാ. അങ്ങോട്ട് വെള്ളം കെട്ടി നിർത്തിയാ വിടുന്നത്, മൊത്തത്തിൽ വിടുവല്ല. മൊത്തത്തിൽ ഒറ്റടി വിടുവല്ല അല്ലേ? ഇതൊരു കാര്യം കാണിക്കാം. പൊട്ടി
പുതിയ ഐഡിയ കൊണ്ട് വന്നേക്കാം മകള്. കൊള്ളാലേ, അടിപൊളി. ഇത്രയും വലിയ ഡാം ഞാൻ ആദ്യമായിട്ട് കാണാം. നമ്മുടെ കാരാപ്പുഴ ഡാമല്ലേ കണ്ടിട്ടുള്ളൂ. ഇതതിന്റെ വലുതാ. ഇത് അതിന് 4 ഇരട്ടി വലുതായിരിക്കും അല്ലേ? തമിഴ്നാട്ടിലെ ഒരു മെയിൻ ഡാമാണിത്. അങ്ങോട്ടൊക്കെ കുറേ വെള്ളമുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ പൊക്കത്ത് പോയി നോക്കാം. നമ്മള് പൈസ എടുത്തേക്കുന്ന അതിന്റെ മുകളിൽ കയറാൻ വേണ്ടിട്ടാ. എന്തായാലും ഇവിടുന്ന് നടന്നിട്ട് അതിന്റെ പൊക്കത്ത് പോയി കയറുന്നതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ടാ. പൊന്നൂട്ടാ ബാ ബാ. അതിന് ഈ മഞ്ഞപ്പൂ കണ്ടാലേ ആൻസിന്റെ അതേ സ്വഭാവം. ഒന്ന് പൊട്ടിച്ച് കാണിക്കാവോ തക്കരെ? ഒന്ന് പൊട്ടിക്കോ? ഇങ്ങോട്ട് വാ, വന്നിട്ട് ഇങ്ങോട്ട് വാ. അതാ ആ ചേട്ടന്മാര് വരുന്നുണ്ട് പിടിക്കാൻ. വാ കുഞ്ഞാ, കാണിച്ചേ, ഒന്ന് പൊട്ടിച്ച് കേൾപ്പിച്ചേ. അപ്പ കേക്കട്ടെ കേക്കട്ടെ. നെറ്റി പോയി. ചേട്ടേ കൊറേ നേരില്ലേ ഗ്രാവിറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്നേ, ഗ്രാവിറ്റി ഡാം. എന്താ ഗ്രാവിറ്റി ഡാം? എന്താ അത്? വേറെ ഒന്നുമില്ല, ഇതിന്റെ അടിവശം കണ്ടോ? ഡാമിന്റെ അടിവശം നല്ല വീതി ഉണ്ടാവും. അതിന് മുകളിലേക്ക് ഇങ്ങനെ കെട്ടി വരിക. അപ്പൊ അത് എത്ര വെള്ളം വന്നാൽ ഈ സാധനം ഒന്നും ആവില്ല. അത് തന്നെയാണ് ഇതിന്റെ വെയിറ്റ്. അങ്ങനെയൊക്കെ പറയും. പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അത് അങ്ങനെ പറയുന്നത് നല്ലത്. അടിവശം വീതി കൂടുതലായിരിക്കും. ഈ നദികളുടെ ഒക്കെ കുറുകെ പണിയുന്ന ഡാമുകൾ കൂടുതലും ഇങ്ങനത്തെ ആയിരിക്കും, ഗ്രാവിറ്റി ഡാം. ഇതെന്താ സംഭവം? എന്താ മനസ്സിലായില്ല? എനിക്കും മനസ്സിലായില്ല. എന്തോ ആണ്. പിന്നെ കറണ്ട് ഉണ്ടാക്കുന്നില്ല? ഉണ്ട്, ഇവിടുന്ന് കറണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളവും പോകുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതെന്താ അവിടെ ഒരു ഫലകം? പലകേ? അതാ അവിടെ എന്താ മുള്ളിങ്സ് പോയിന്റോ? വാ, നമുക്ക് ആദ്യം മേളിൽ കയറി വ്യൂ കണ്ടിട്ട് വരാം. എന്നിട്ടല്ലേ ബാക്കി. ഇതിന്റെ മേളിൽ കയറുന്നതിനാണ് 30 രൂപ. അല്ല, അന്നേരം അത് ലിഫ്റ്റിലാ. അതെ, നടന്നു കണ്ടവർക്ക് നടന്നും കയറാം അല്ലേ? 30 രൂപ എന്ന് പറഞ്ഞാൽ 15 രൂപ ഒരു സൈഡിലേക്കും 15 രൂപ വേറെ സൈഡിലേക്കും, അങ്ങനെയാണ്. പാമ്പിന്റെ ഒച്ചയാ? ജിയെ ഞാനാ പാമ്പാ പാമ്പാന്ന് പറഞ്ഞോ? പാമ്പ എങ്ങനെ ഒച്ച ഉണ്ടാക്കിയത്? ഇങ്ങോട്ട് വാ. രണ്ടിനും 2 ഇതാണ് കേട്ടോ. ഇവര് സ്റ്റെപ്പ് വഴിയൊക്കെ പോണം, നമുക്ക് ലിഫ്റ്റ് വഴി പോവാം. അപ്പൊ 2 കൂട്ടർക്ക് 2 സ്റ്റെപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് മേളിലെത്തി കേട്ടോ. കൊള്ളാല്ലേ? മേളിലെത്തി അടിപൊളി വ്യൂ ആണല്ലോ. കുറേ വെള്ളമുണ്ട്. അതായത് 7 നിലയുണ്ട്. 7 നില. 7 നില. താഴേക്ക് ഇറങ്ങുമ്പോൾ നടന്ന് കാണാൻ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ 7 നിലയൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ അത് കൊള്ളാലോ. അങ്ങോട്ട് വിടുവോ? അങ്ങോട്ട് വിടുവോ നമ്മളെ? ബൈക്കൊക്കെ കിടപ്പുണ്ട്, നമ്മളൊന്നും വിടില്ലായിരിക്കും. നമ്മളെ വിടില്ലായിരിക്കും അല്ലേ? ഡാമിന്റെ ഒരു സൈഡ് അങ്ങോട്ടൊക്കെ വെള്ളം കയറി കിടക്കേണ്ടതാണല്ലോ ശരിക്കും. വെള്ളം കയറി കിടപ്പുണ്ട്. അപ്പുറത്തേക്കല്ലേ, നമുക്ക് കണ്ണു പോലും കാണുന്നില്ല, അങ്ങനത്തെ സൈസിൽ വെള്ളം കിടക്കുന്നുണ്ട്. നമുക്ക് വരെ എത്തിയിട്ടോ. കുഞ്ഞാറ്റിനെ കാണാണ്ട് പോകും ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കാം, കുഞ്ഞാ കുഞ്ഞാ. ഇതേ കൂടെ വലിയ നമുക്ക് നടന്നു പോണോ ലിഫ്റ്റിൽ തന്നെ പോണോ? ലിഫ്റ്റിൽ തന്നെ പോയാൽ ഈ സൈഡ് ഒന്നും ഇല്ല. ഇതൊരു ടൗണാ അല്ലേ? മേട്ടൂർ ടൗണിന്റെ ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നത് കാണുന്നുണ്ടല്ലോ ഡാമിന്റെ. കാവേരി. അവിടെ ഒരു പാലുണ്ട്, ആ പാലത്തിൽ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കൊള്ളാല്ലേ? ഇത് ശരിക്കും ഇവിടുന്ന് കൊല്ലകലൊക്കെ പോയാല് 185 കിലോമീറ്റർ ഉള്ളൂ മൈസൂരിന്. ദൂരം തിരിച്ച് മൈസൂരിന് പോകാൻ നമുക്ക് പട്ടാന്ന് രീതിയില്ലേ? അല്ല, അത് വേണ്ട, അങ്ങനെയല്ല പറഞ്ഞത്. ഈ ഡാമിന്റെ പൊക്കത്ത് കൂടി ഇങ്ങനെ നടക്കാൻ വിടില്ല. അതിലെ വിടൂലെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ഓപ്പൺ ആണല്ലോ. ട്രെയിൻ ഉണ്ടോ? ഓപ്പൺ ആണല്ലോ. ആണോ? ചോദിച്ചോ അണ്ണനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിന്റെ മേളിലേക്ക് കയറണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പെർമിഷൻ വേണം കേട്ടോ. അപ്പൊ നമുക്ക് പോവായിട്ടേ. ഇതിലൂടെ ബോട്ടൊക്കെ പോകണ്ടല്ലോ. ബോട്ടോ? കുഞ്ഞു കുഞ്ഞു ബോട്ടാണ്. സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. തോണിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, ആരും അങ്ങനെ പോകുന്നില്ലല്ലോ. കെട്ടി നിർത്തിയേക്കല്ല. ചിലപ്പോ വല്ല മീൻപിടുത്തക്കാരുടെയൊക്കെ ആണല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. ഓടി നടക്കണേ. ഇത്രയും വലിയ നിലയിൽ കുഞ്ഞാറ്റ ഇങ്ങോട്ട് വാങ്ങ. ഇവിടെ ഇതിന്റെ ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്, ഡാമിന്റെ. ഇതിന്റെ ചെറിയൊരു പിന്നെ പഴയ നിർമ്മിച്ചു നോക്കിയായിരിക്കും അല്ലേ? പണ്ടത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്.
ഇതാണ് ഡാം. ഡാം. ഇതല്ല ഡാം, ഇതാണ് ഡാം. ഇത് ഡാമിന്റെ കെട്ടില്ലേ? ഷട്ടർ ഓപ്പൺ ചെയ്ത സ്ഥലം. ഇങ്ങനെ ഇതുണ്ട്. ഇത് കനാല്, വേറെ കനാല്, അത് വേറെ. അങ്ങനെ കൊള്ളാം. കൊള്ളാം. നമ്മൾ കൂടുതലും പറയുന്നത് ഇത് തന്നെ. കൊള്ളാം, അടിപൊളി. ഇതാ ഗ്രാവിറ്റി ഡാം എന്താന്ന് ചോദിച്ചില്ലേ? ഇത് കണ്ടോ, ഇതിന്റെ അടിവശമാണ് വരുന്നത്. അടിവശത്ത് നിന്ന് ഇങ്ങനെ പോവാ. മനസ്സിലായോ? ഇതിലും എല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ ചേട്ടേ? എല്ലാം ഞാൻ ചോദിച്ചു. ഇത് ഏത് വർഷം ഉണ്ടാക്കിയെന്ന് ചോദിച്ചില്ലല്ലോ. അതെന്താ ചോദിക്കാഞ്ഞേ? എന്താ പറഞ്ഞില്ലല്ലോ. അതായത് 1934 ഈ ഡാമിന്റെ പണി കഴിഞ്ഞു. 9 വർഷം എടുത്തു ഇതിന്റെ മൊത്തം പണിയും തീരാൻ വേണ്ടിട്ട്. 9 വർഷം എടുത്തെങ്കിലും എന്താ സംഭവം അടിപൊളിയല്ലേ അല്ലേ? സംഭവം പൊളി. ഇത്രയും വലുത് 9 വർഷം കൊണ്ടല്ലേ പണ്ട് തീരുള്ളൂ. പാറ്റ എന്ത് ചെയ്യേ? അങ്ങനെ ഒരാളുണ്ടല്ലോ അല്ലേ? പാറ്റ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റി വിട്ടു പോവില്ല. അല്ല, നമ്മുടെ GPS അല്ല, അതന്നെ ലൊക്കാലിറ്റി. നമ്മുടെ ആ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് വിട്ട് വെച്ച് പോവില്ല. ഇവിടെ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ വിടുന്നത്. വേറെ എവിടെ നമുക്ക് ഇങ്ങനെ വിടലൊന്നും നടക്കില്ല. വേറെ ആണെങ്കിൽ കൈവിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. ഇതിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ പോവില്ല എന്നുള്ളൊരു ധൈര്യവും ഇവിടെ അധികം ആൾക്കാരില്ല എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് വിടുന്നതാണേ. അത്ര ധൈര്യം വേണ്ട. കുഞ്ഞാറ്റേ, എന്താ കുഞ്ഞാറ്റെ പുറകിൽ പരിപാടി? എന്താണ്? കത്രിക ഇവിടുന്ന് എടുത്തിട്ട് പോകുന്നത് ഞാൻ കണ്ടു. എന്താന്ന് പറ. നമ്മളേ ഇവിടെ വന്നപ്പോ ഒരു മനുഷ്യന്മാരില്ലായിരുന്നു. ഇപ്പൊ നിറച്ച ആളായി. നിറച്ച ആളുണ്ട് പുറത്തൊക്കെ. ഞങ്ങളുള്ളപ്പോ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്വസ്ഥമായി കാണാൻ പറ്റി. കാണിക്കോ? കൊച്ചിവിടെ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് കാണിക്കേ. എന്നാലും അത്രയെങ്കിലും ഉണ്ടാക്കിയല്ലോ. ഇന്നിരിക്കട്ടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഉമ്മ. കുതിരപ്പവൻ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതാ ചിക്കൻ കറി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, അതേപോലെ പച്ചമോരും ഉണ്ട്. കുഞ്ഞാറ്റ ഇപ്പൊ ശരിക്കും ഉണ്ടാക്കി കേട്ടോ. പൊട്ടിച്ച് റെഡിയാക്കി കഴിക്കാം. ഒരു നേരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം. ഇനിയിപ്പോ രാത്രിക്കും നമുക്ക് നെയ്ച്ചോറ് തന്നെ കഴിക്കാം. അപ്പൊ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാവേ. ഞാൻ കഴിച്ചതന്നെ എന്നും പറയുന്നത് ശരിയല്ലല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പറല്ലേ? അപ്പൊ ഞാനിവിടെ കഴിക്കാൻ തുടങ്ങട്ടെ കേട്ടോ. ഇത്തിരി മോരും രാത്രിയും കൂടി ആകുമ്പോ തീരുമെന്നുള്ള. അതെ, കറിയും കൂട്ടി ഇങ്ങനെ കുഴച്ച് കൊള്ളാം. എന്തായാലും പെട്ടെന്ന് കൊട്ടി കളയണേ. ഇരുന്ന് കരിമ്പ് തീറ്റയാണേ. എന്നിട്ടാണ് കുഞ്ഞാ പോവാ. അപ്പൊ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ നാഗാലാൻഡ് യാത്ര തുടരാം അല്ലേ? ആ റൂട്ടിൽ കയറാം. ചേട്ടേ, നമ്മൾ ആദ്യം വന്ന വഴി അല്ലല്ലോ ഇതിപ്പോ? അല്ല, മാറിപ്പോയിട്ടുണ്ട്. മാറിപ്പോയില്ലേ? ഇത് വേറൊരു വഴി കൂടിയായിട്ടോ. വേറെ പാലം. എന്നാലും നല്ലൊരു കാഴ്ച കിട്ടിയില്ലേ? ഇനി ഇവിടുന്ന് മുകളിലേക്കാണെങ്കിൽ ഇതൊരു ഇതാണല്ലോ, ചുരമാണല്ലോ. അതില് വേണം ഇനി നമ്മള് കേറി പോവേ. അറിയില്ല, വഴി തെറ്റിയോ ശരിക്കും? വഴി തെറ്റിയോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇതിലെ പക്ഷെ ലോറികളൊന്നും വരാൻ ചാൻസ് ഇല്ല. ലോറികളൊന്നും പോവാൻ പാടില്ല. ഇത് അതിനാണ് ഇത് വെച്ചേക്കുന്നത് അല്ലേ? ഹൈറ്റും വീതിയുള്ള വണ്ടികൾ പോകാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് പൊക്കി വെച്ചിട്ടുണ്ടല്ലോ. ഉണക്കമീൻ കണ്ടോ? ഉണക്കമീൻ. ഇത് നമ്മൾ കറുവാട്ട് അല്ലേ? ഉണക്കക്കറുവാട്ട്. നമ്മളെ വഴി മാറ്റി കയറ്റിയതാ. വഴി എന്താ അടിപൊളി വഴിയാ. ഫുള്ള് ചോരാട്ടോ. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ കട്ടർ റോഡ് കുറവാന്ന് തോന്നുന്നല്ലേ? ഉണ്ടാവും, പക്ഷെ നമ്മൾ വന്ന വഴിയൊന്നും ഇല്ല. എല്ലാം നല്ല അടിപൊളി വഴിയായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലേക്കുള്ള വഴി പോലെ ഉണ്ടല്ലേ? താമരശ്ശേരി ചുരം. ഗട്ട് റോഡാണ് ഇത്. ഗട്ട് ഇത് ചുരം തന്നെ. ചെറിയൊരു ചുരം അല്ലേ? ചെറിയ കട്ടാണ്. ചെറിയ കട്ട്. നമ്മുടെ വയനാടിന്റെ അത്രയും ഇല്ലാന്ന് തോന്നുന്നു. ചെറിയ എന്താ ഉള്ളു. മേളിലെ ഒരു വളവും കൂടി ഉണ്ട്. അത് കഴിഞ്ഞു. എന്തിനായിരിക്കും പിന്നെ ഇങ്ങനെ കയറ്റി വിട്ടത് ഞാൻ ആലോചിക്കുന്നത്. അറിയില്ല. എന്തെങ്കിലും ഉദ്ദേശം കാണുമായിരിക്കും. ദുരുദ്ദേശം കാണും അല്ലേ? ദുരുദ്ദേശം കാണും. സാധാരണ ദുരുദ്ദേശമാണ് കൂടുതലും കാണാറ് നമ്മളെ കയറ്റി വിടുന്നേല്. ചേട്ടേ, ഇത് അതിന്റെ വേറൊരു സൈഡാലേ? അതായത് നമ്മൾ അവിടെ ഒരു ഇത് കണ്ടില്ലേ, ചെറിയ മിനിയേച്ചർ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിന്റെ അതില് ഞാൻ പറഞ്ഞില്ല, ഇത് വേറൊരു ഇതിലേക്ക് പോണ വഴിയാണല്ലോ. ആ കനാലിലേക്ക് പോണ വഴിയാണ്. അതിന്റെ പൊക്കത്ത് കൂടെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പൊക്കത്ത് കൂടെ നടക്കുന്നതായിട്ടാണോ ഇനി ഞാൻ കണ്ടത്? അതായിരിക്കാം. അതും പറയാൻ പറ്റില്ല. പക്ഷെ താഴേക്കും അധികം വെള്ളമൊന്നുമില്ല. ഷട്ടർ തുറന്നിട്ടുമില്ല. ഷട്ടർ ക്ലോസ് ആണ്, അതുകൊണ്ട് വെള്ളമില്ല കേട്ടോ. താഴേക്കൊക്കെ നോക്ക്.
ഒരുമാതിരി പാറ കേട്ടോ, മട്ടിപ്പാറയാണോ? ഒരുമാതിരി വലിയ വലിയ പാറകൾ. ഇത് കണ്ടോ, ഒരുമാതിരി ഒരു പാറയാണേ. അതൊന്ന് കാണിക്കാണ്ട് ഇങ്ങനെ പോകുന്നു വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അധികം വെള്ളമില്ല, അല്ല ലേശം ലേശം വെള്ളം ഒഴുകുന്നുള്ളൂ കേട്ടോ. ക്ലോസ് ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നു. അതിൻ്റെ മേളിൽ കൂടി ഒക്കെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടേ. അപ്പം അതിൻ്റെ മേളിൽ കൂടി നടക്കുന്നതിനാണ് കുഴപ്പമില്ലാത്തതെന്ന് തോന്നുന്നു. അതേപോലെ താഴേക്കും അങ്ങനെ തന്നെ കേട്ടോ, വെള്ളമൊന്നുമില്ല, വരണ്ട് കിടക്കുക. ഒരുമാതിരി കല്ലാണേ. അമ്മേ വണ്ടി പോകുമ്പോ ഇത് കുലുങ്ങുണ്ടല്ലോ ദൈവമേ. കുഴപ്പമില്ലായിരിക്കും. വണ്ടി കിടന്ന് കുലുങ്ങണുണ്ടോ? വണ്ടി പോയപ്പോ ഇത് കുലുങ്ങിയല്ലോ. അത് ഞാൻ ഇവിടെ മൊത്തം കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുക. അമ്മോ, അതെന്ത് വണ്ടിയാ പോയത്? ബസ്സും കാറൊക്കെ പോകുമ്പോഴേ. ഇത് പാലല്ലേ, ഇതിന്റെ താഴേക്കില്ലേ ഇങ്ങനെ ഫുള്ള് മീനുകൾ ഇങ്ങനെ ചത്ത് കിടക്കുക. മീനോ? എന്താ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇത് ഓണാക്കി വിട്ടപ്പോഴെങ്ങാനും കിടക്കുന്നതാണോന്ന് അറിയില്ല. ഇനിയിപ്പോ ഉണക്കമീനാണോ? അതും പറയാൻ പറ്റില്ല. അല്ല ഉണക്കമീനാണെങ്കിൽ അങ്ങനെ കിടക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വെള്ളം ഒഴുക്കി വിടുമ്പോ അടിച്ചടിച്ച് ചാവില്ലേ, അതുകൾ കിടക്കുന്നതാണോന്ന് അറിയില്ല. ഗ്ലാസ് അങ്ങ് അടയ്ക്കുവാണെങ്കിലേ AC വെറുതെ കളയണ്ടായിരുന്നു. അത് ശരി, നല്ല കാര്യം. ഇതേ മഴ ഞാനതിങ്ങനെ ആലോചിച്ചേ. ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ആകാശം ഞാൻ പറഞ്ഞില്ല, ആകാശം നന്നായിട്ട് മൂടിയാ നിന്നിരുന്നത്. മേഘാവൃത്തായിരുന്നോ? അതെ. അപ്പൊ ഇന്ന് മഴ പെയ്യും, അതാണ് സംഭവം. ഇച്ചിരി റോഡ് മോശമല്ലേ, ടൗണിലേക്ക് എത്തിയോണ്ട്. അങ്ങനെയല്ല, ആ റോഡിലുള്ള ഒരുമാതിരി കട്ടർ പോലത്തെ ഒരു സംഭവം കണ്ടോ. ഇതാണ് നമ്മൾ ഈക്കോ എടുക്കാനുള്ള മെയിൻ ഒരു വിഷയം. എവിടെ നോക്കിയാലും ഈക്കോ ഉണ്ട്. ഈക്കോ എവിടെ നോക്കിയാലും ഈക്കോക്കാരാണല്ലേ. ഫുള്ള് പാർട്ടീന്റെ എന്തൊക്കെയോ കുറെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ. ഇലക്ഷൻ ആയോ? മെയ് മാസം അല്ലേ ഇവിടെ ഇലക്ഷൻ? മെയ് മാസം മാർക്കറ്റ് ആട്ടോ. നമ്മുടെ വിജയ് സാറിന്റെ ഒക്കെ ഇലക്ഷൻ വരുന്നുണ്ട്. വിജയ്, പിന്നെ എന്തായിരുന്നു സ്റ്റാൻലിൻ. സ്റ്റാൻലിൻ അതൊന്നും എനിക്കറിയില്ല. സ്റ്റാൻലിൻ അറിയില്ലേ? സിനിമയിലുള്ള സ്റ്റാൻലിൻ. സിനിമയിലുള്ള സ്റ്റാൻലിൻ അല്ലടി. സ്റ്റാൻലി സിനിമയിലുള്ളതല്ല, പാട്ടി. പിന്നെ സ്റ്റാൻലിൻ സിനിമയിലുള്ളതല്ലേ? എന്നാ പേര് മാറിപ്പോയി എനിക്ക്. നമ്മുടെ ഉണ്ണിമുകുന്ദനൊക്കെ ഇനി മത്സരിക്കുന്നുണ്ടല്ലോ. അതെ, അങ്ങനെ കൊറേ ആൾക്കാരുണ്ട്. ഇവിടെ റോഡ് ഭയങ്കര മോശം കേട്ടോ. തീർച്ചയായിട്ടും. ഫോൺ അടിച്ചിടുവോ? താഴേക്ക് പോയി. അടിച്ചിടാ കയ്യോ കാലോ. ആടിറച്ചിയാണോ? ആട് വേണ്ട. ആട് വേണ്ടല്ലേ? ആട് നമ്മൾ കഴിക്കാനായിട്ടില്ല. അതിനുള്ളതൊന്നും സാമ്പത്തികം നമ്മൾ എത്തിയിട്ടില്ല. അതിനുള്ള ഇത് നമുക്ക് ആയിട്ടില്ല. ഇപ്പൊ കോഴിയിറച്ചി ധൈര്യമായിട്ട് കഴിക്കാം. ഇപ്പൊ കോഴിയിറച്ചി മീനൊക്കെ തിന്നാം. കോഴി, പോത്ത്, പന്നിയൊക്കെ കഴിക്കാം. ആടിലേക്ക് ആയിട്ടില്ല. ഇടയ്ക്ക് പറഞ്ഞ ഒരു പേര് എപ്പോഴും പറയണ്ട, അടി കിട്ടും കേട്ടോ. ഏത് പോത്താ? അതെ. തമിഴ്നാട്ടിൽ പോത്തൊന്നും വിഷയല്ലേ. ഇല്ലേ? ഉപയോഗിക്കും ഇവരിവിടെ. പിന്നെന്താ? നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ടൗണിന്റെ പേരെന്താന്നറിയോ? മിച്ചേരി. മിച്ചറോ? മിച്ചേരി. മിച്ചർ. മിച്ചർ എന്ന് പറയുന്ന നമുക്ക് സൗകര്യം അറിയാനും കേൾക്കാനും. അങ്ങനെ ഒരു നാട്ടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയ ടൗൺ അല്ലേ. ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ സ്ഥലത്ത് കൂടി നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇല്ല. ഇപ്പൊ നമ്മൾ കയറി ഡാം ഉണ്ടല്ലോ. നമ്മളിതിപ്പോ ചില ആൾക്കാർ ചോദിക്കില്ലേ, നിങ്ങൾക്ക് നാണല്ലേ ഈ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ എന്ന് പറയുന്നത്? എപ്പോഴും പറയാം. നമ്മൾ എല്ലാ പ്രാവശ്യം പോകുന്നത് പല റൂട്ടാ. അത് മാത്രല്ലേ, ഓൾ കേരളം ഒന്ന് ജസ്റ്റ് കറങ്ങി നോക്കി. എത്ര നാളും കൊണ്ടാന്നറിയോ ഫുള്ള് സ്ഥലവും കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്കൊരു ഓൾ കേരള പോണേ. അത് മാത്രല്ലേ, ഫുള്ള് സ്ഥലം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും 4-5 മാസം എടുക്കില്ലേ? പിന്നെ അല്ലാണ്ട് ഇങ്ങനെ ഓടിച്ച് ചുമ്മാ പോകാനാണെങ്കിൽ ഓക്കെയാണ്. അതുപോലെ തന്നെയാണ് ഓൾ ഇന്ത്യയും കേട്ടോ. ചെറിയ മഴ എന്ന് പറഞ്ഞിരുന്നു അത്യാവശ്യം നല്ല വലിയ മഴയായിട്ട്. ഇതിലൊരു ഗുണം എന്താണെന്നറിയോ? വണ്ടിയിലെ കുറച്ച് ചെളികൾ ഉരുണ്ടുകൂടും, ഒഴുകി പോയിക്കോളും. കുറച്ചൊക്കെ പിടിച്ചു പിടിക്കും. അത് മാത്രല്ല, എവിടെയെങ്കിലും സൈഡാക്കി ഉറങ്ങണം എന്നുണ്ടെങ്കിലേ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. മഴ പെയ്യുമ്പോ നമ്മൾ ഇതുവരെ നമ്മുടെ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഈ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ. നമ്മുടെ കാരവാനിൽ നാനോയിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നാനോയിൽ എന്തോരം പ്രാവശ്യം കിടന്ന് ഉറങ്ങി. നാനോയിൽ ഏതോ ഒരു പ്രാവശ്യം പോയപ്പോ ഫുള്ള് മഴ തന്നെയായിരുന്നു. ട്രിപ്പ് നമ്മള് ഫസ്റ്റ് നേപ്പാളിന് പോയില്ലേ, ആ ട്രിപ്പ് മൊത്തം മഴയായിരുന്നു. മഴ തുണിയിലൊക്കെ ഇട്ടിട്ടൊക്കെ ഉണങ്ങാണ്ട് രാവിലെ ഏറ്റപ്പോ പിഴിഞ്ഞെടുക്കേണ്ട വന്നു. ചേട്ടേ, മഴ കുറഞ്ഞല്ലേ? മഴ ഏതാണ്ട് പോയ ലക്ഷണമാണ്. പക്ഷെ പാറകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഒരു മൂടലുണ്ട്, എന്നാലും നല്ല രസമുണ്ട് പാറകള്. നമ്മുടെ അവിടത്തെ കൂട്ട് പാറയല്ല. അല്ല. പിന്നെ വേറെ പ്രത്യേകം അറിയോ? എന്താണ്? ഇവിടുത്തെ എല്ലാ പാറകളുടെയും മേളിലായിട്ട് ഒരു അമ്പലം ഉണ്ടാവും. അപ്പൊ അവിടെ വ്യൂ പോയിന്റ് പോലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. മേളിലൊരു അമ്പലം ഉണ്ടാവും എപ്പോഴും. നാടൻ വീടുകൾ കണ്ടോ? അതൊക്കെ ഫുള്ള് നാടൻ ജീവിതമല്ലേ ഇവരുടെയൊക്കെ. അടുത്തടുത്ത് വീട്. ഞാൻ നോക്കുമ്പോ കേരളത്തില് ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷെ ഇവരൊക്കെ ഇപ്പോഴും കുറച്ചും കൂടി പുറകില്ല. ഇവരുടെയൊക്കെ ലൈഫ് അടിപൊളിയാ കേട്ടോ. അതെ. ഇവിടെ ഇപ്പൊ നമുക്കൊരു ചായ കുടിക്കണമെങ്കിൽ പോലുവേ ഒരു കടിക്ക് 5 രൂപ. അതെ, 4-5 കടി വീതം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നമ്മുടെ നാട്ടിലെ എമൗണ്ട് വെച്ചിട്ട് 12 രൂപ. അതെ.
അല്ല നമ്മുടെ നാട്ടിലും ഇപ്പൊ 10 രൂപയ്ക്ക് കിട്ടുന്ന കടയുണ്ട്. 5 രൂപയ്ക്ക് കിട്ടുന്ന കടിക്കടയുണ്ട് തോന്നുന്നല്ലേ? നമ്മൾ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. നമുക്കറിയാത്ത കാര്യം. ടാങ്കല്ലേ, വെള്ള ടാങ്കല്ലേ ഇത്? ഏത്? അപ്പുറത്തെ. അതെ അതെ. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.